കാര്യം ഞാൻ എന്നോട് പറയാം. എനിക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്നെ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അതിന് ഓൾറെഡി ബ്രേക്ക് നല്ല രീതിയിൽ പോയി കിടക്കുമായിരുന്നു. ബ്രേക്കിൻ്റെ പ്രശ്നം കൊണ്ട് ആണ് സംഭവിച്ചതാണ്. അതിപ്പോൾ നീയല്ല, ഞാനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, നിന്നെ ആരെന്ത് കുറ്റം പറഞ്ഞാലും ശരി, നീ ഡ്രൈവിങ് തുടരുക തന്നെ വേണം. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിൻ്റെ കൂടെ എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിനക്ക് ഒപ്പം ഞാനുണ്ടാകും. നീ അതോർത്ത് പേടിക്കുകയേ വേണ്ട. നിനക്ക് എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ മഞ്ജുവിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ മഹിമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചായ കൊണ്ട് കൊടുക്കുകയാണ് മഞ്ജു. അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി ചായ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ എടുത്ത കൂട്ടത്തിൽ നിനക്കും എടുത്തതാണ് എന്ന് പറയുകയാണ്. അത് ശരി, അപ്പോൾ ചേട്ടൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എടുത്തത്. ഇപ്പോൾ എന്നേക്കാളും സ്ഥാനം ചേട്ടനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പരിഭവമൊക്കെ പറഞ്ഞ് അങ്ങനെ തമാശ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ശാലിനി വരികയാണ്. അപ്പോൾ നമ്മുടെ മഹിമ ഓർക്കുന്നുണ്ട്, കറക്റ്റ് സമയത്ത് തന്നെ വന്നു പിശാച് എന്ന് ഓർക്കുകയാണ്. അപ്പോൾ ശാലിനി വന്നിട്ട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു, ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ അറിഞ്ഞു, അത് അറിഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴേക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നാലും ഇപ്പോൾ സർവ്വസാധാരണമാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് ബ്രേക്കിന് പല സ്ഥലത്തും പ്രശ്നം വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും മഞ്ജു ചോദിക്കുകയാണ്, അതെങ്ങനെ മനസ്സിലായ ബ്രേക്ക് ആണെന്നുള്ള കാര്യം എങ്ങനെ ശാലിനി അറിഞ്ഞ് ഗിരിയേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുകയാണ്, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പമ്മി നിൽക്കുന്നത് കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സ്വപ്നം വന്നിട്ട് ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ശാലിനിയെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. എന്നിട്ട് ശാലിനി വേഗം തന്നെ അവിടെ നിന്ന് ശരി എന്നാൽ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ മഞ്ജുവിനും മഹിമയ്ക്കും നല്ല രീതിയിൽ തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. ഗിരി പോയി കഴിയുമ്പോൾ മഞ്ജുവിനോട് മഹിമ പറയുകയാണ്, ചേച്ചി എനിക്ക് നല്ല ഡൗട്ടുണ്ട്, അതിൽ ശാലിനിക്ക് എന്തോ പങ്കിടണമെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മോളെ എനിക്കും തോന്നുന്നു എന്ന് പറയുകയാണ്. എന്തായാലും അവളെ വെറുതെ വിടാൻ പാടില്ല ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ അവളെ വെറുതെ വിടില്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ കുടുംബം പോവുകയാണ്, ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുത്, പക്ഷേ അവളെ ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല, അവൾക്ക് വേണ്ട ഞാൻ കൊടുക്കുന്നു തന്നെ പറയുകയാണ്. ശേഷം കാണിക്കുന്നത് സ്വപ്നയും ശാലിനിയും സംസാരിക്കുന്നതാണ്. നീ ഇങ്ങനെ ഓരോ മണ്ടത്തരം കാണിച്ച് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിന്നെ പെട്ടേനെ, ഗിരിയേട്ടന് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ മഞ്ജുവിനും ഗിരിയേട്ടനും ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റാൻ കാരണം നീയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോടുള്ള സമീപനം മാറും, പിന്നെ നിൻ്റെ മുഖത്തുകൂടി നോക്കില്ല എന്നൊക്കെ പറയുകയാണ്. അത് പിന്നെ എനിക്ക് പറ്റിപ്പോയി, ഗിരിയും മഞ്ജുവും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ അറിയാതെ വായിന്ന് വീണ് പോയതാണെന്നൊക്കെ പറയുകയാണ്. എന്തായാലും കൊള്ളാം, എപ്പോഴും നിന്നെ രക്ഷിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുകയാണ്. എനിക്ക് നിന്നെക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ട്, അതുവരെ ഞാൻ നിന്നെ കൂടെ നിർത്തും, അതിനു വേണ്ടി മാത്രമാണ് ഈ നിർത്തുന്നത്, അല്ലാതെ നിന്നോട് എനിക്ക് വലിയ സിമ്പതി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സ്വപ്നം പറയുകയാണ്. എന്തായാലും നീ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം ശാലിനിയും പറയുകയാണ്. അത് അവരുടെ സംസാരം കഴിഞ്ഞ് കഴിയുമ്പോൾ ശാലിനി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും മഞ്ജു ഒന്ന് നിന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നിൻ്റെ ഉദ്ദേശം ഇതുപോലെ തന്നെ വീണ്ടും എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് നീ തന്നെയല്ലേ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതേടി നിൻ്റെ സംശയം ശരിയാ, ഞാൻ തന്നെയാണത് ചെയ്തത്, ഇനിയും ഞാൻ ചെയ്യുക തന്നെ, ഇതും പലതും നിനക്ക് പ്രതീക്ഷിക്കാം പറയുമ്പോൾ മഞ്ജുവിന് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തല കൊണ്ടുപോയിട്ട് അവളുടെ കാറിലേക്ക് ഒറ്റ ഇടിയിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായി, നീ വിചാരിക്കുന്ന പോലെ പഴയ മഞ്ജു ഒന്നുമല്ല ഞാനിപ്പോൾ, എനിക്കിപ്പോൾ എൻ്റെ കുടുംബം കൂടെയുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട, അപ്പോൾ അയ്യോ പാവം മഞ്ജു ഒന്നുമല്ല, നീ അത് ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗിരി അങ്ങോട്ട് വരികയാണ്. ഗിരി കാണുന്നില്ല ചെയ്യുന്നത്, എന്നാലും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മഹിമ വന്നിട്ട് പറയുകയാണ്, തല പോയിട്ട് ഇടിച്ചതാണ്, ഫോണിൽ നോക്കിക്കൊണ്ട് വന്നാൽ അങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയുകയാണ്. മഞ്ജുവിൻ്റെയും മഹിമയുടെയും പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നിയിട്ട് ഗിരി മനസ്സിലോർക്കുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇവരുടെ കാര്യം ഇവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ, ഞാനിതിൽ ഇടപെടുന്നില്ല, അതാണ് നല്ലതെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ശാലിനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇല്ല ഗിരി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം പിന്നെ മഹിമ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്, ചേച്ചിയുടെ മാസ് എൻട്രി എനിക്ക് വളരെ ഇഷ്ടമുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മാസ് എൻട്രി ഒന്നും അല്ല മോളെ, പാവങ്ങളെ എന്ത് ചെയ്താലും ആരും ഒന്നും പ്രതികരിക്കില്ല എന്നൊരു ഭാവമുണ്ട്, അത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. എന്തായാലും കൊള്ളാമെന്ന് പറയുന്നതിന് ശേഷം ശാലിനി തിരിച്ച് ശാലിനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചാച്ചു ചോദിക്കുകയാണ്, നിനക്ക് ഇനി എന്താ അടുത്ത പദ്ധതി, ഇനി ആരെ കൊല്ലാനാണ് നീ നോക്കുന്നത്, നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീയല്ലേ അങ്ങനെ ബ്രേക്ക് കഴിച്ചു വിട്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ചാച്ചു ഇത് എങ്ങനെ അറിഞ്ഞു, എനിക്കറിയാൻ അധികം പാടൊന്നുമില്ല, നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഗിരിയെ മറന്നു കളയാൻ പറയുമ്പോൾ അത് നടക്കില്ല എന്ന് തീർത്ത് പറയുകയാണ് ശാലിനി. ശേഷം കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ ഗിരിയും മഞ്ജുവും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ വീണ്ടും താക്കോൽ എടുത്തു കൊടുത്തിട്ട് വണ്ടി ഓടിക്കാൻ പറയുകയാണ്. അപ്പോൾ പിന്മാറാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മഞ്ജുവും പറയുകയാണ്, വേണ്ട ഗേറ്റ് എന്തിനാ നിർബന്ധം പിടിക്കുന്നതെന്ന്, നീ മാധവൻ്റെ മകളാണെങ്കിൽ ഇത് ചെയ്യണം, നീ ഗേറ്റ് വരെ ഈ വണ്ടി ഓടിച്ചിട്ട് റിവേഴ്സ് എടുത്ത് എൻ്റെ അടുത്ത് വന്ന് നിർത്തണമെന്ന് പറയുമ്പോൾ അതുപോലെ ചെയ്യുകയാണ് മഞ്ജു.